ഹായ് ഓൾ, എല്ലാവർക്കും ഐ2ലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വൈകിയില്ലേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒന്നുമില്ലടാ, നമ്മളിപ്പം എക്സാമൊക്കെ കുറച്ച് തള്ളി നീക്കിയ സമയത്ത് എല്ലാവരും കുറച്ച് ലേസിയായി, ഞാനും കുറച്ച് ലേസിയായി. നോക്കണ്ട, നമുക്കിനി എന്ത് ചെയ്യാം, എല്ലാ ദിവസവും 2-3 ക്ലാസ് വെച്ച് പോകാം കേട്ടോ. എന്നും പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. 25K കഴിഞ്ഞു, മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 30 ഞാൻ വെറുതെ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. 60 വാട്ട് ബൾബ് ഈസ് കണക്റ്റഡ് ടു എ 240 വോൾട്ട് സപ്ലൈ. 60 വാട്ട് പവറുള്ള ഒരു ബൾബ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് സപ്ലൈയിൽ 200 വോൾട്ടുള്ള ഒരു സപ്ലൈയിൽ കുടുക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബൾബിന് കിട്ടുന്ന കറണ്ട് എത്രയാണെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ ഞാനിത് സ്പെഷ്യലായിട്ട് പറയാനുള്ള കാരണം, നമ്മൾ സാധാരണ പവർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പി സമ്മ നമ്മൾ എത്ര എഴുതും, 60 വാട്ട് എന്ന് എഴുതുന്നു. വോൾട്ടേജ് 240 വോൾട്ട് എന്ന് എഴുതുന്നു. ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ ഏതാണ്, പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നുള്ള ഇക്വേഷനാണ്. ഐ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, ഐ എന്ന് പറഞ്ഞാൽ പി ബൈ വി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും 60/240 എന്ന് കിട്ടും, ശരിയല്ലേ? 60നെ 240 നമുക്ക് ഹരിക്കാൻ പറ്റും. എങ്ങനെ ഹരിക്കാം, ഞാൻ ഇവിടേക്ക് ഹരിക്കാം. 60/240 നമ്മൾ ചെയ്യാം. 60ൽ ആര് പോവില്ല, 250 പോവില്ല. അപ്പോൾ എന്ത് ചെയ്യും, പോയിൻ്റ് ഇട്ടിട്ട് 0 ഇടണം. അപ്പോൾ എത്ര പ്രാവശ്യം പോവും, 2 തവണയേ പോവുള്ളൂ. 2 തവണ പോയാൽ അത് 480 എന്ന് കിട്ടും. 480 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാലൻസ് കണ്ടാൽ 120 ആണ് കിട്ടുക. 120ലും എന്ത് പോവില്ല, ഇതിനപ്പോൾ പോവില്ല. അപ്പോൾ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 5 തവണ 1200 എന്നാണ് എന്ത് കിട്ടുക, ആൻസർ കിട്ടുക. ദാറ്റ് ഈസ് 0.25. സോറി, ആൻസർ കിട്ടിയ 0.25 എന്നാണല്ലേ. പക്ഷേ അങ്ങനെ ഒരു ആൻസർ എവിടെ ഇല്ല, ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് 4 ആംപിയർ, 2 ആംപിയർ, ഹാഫ് ആംപിയർ, 1/4 ആംപിയർ ഇതാണ് വന്നിട്ടുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൺഫ്യൂഷനിലേക്ക് പോകും. കാരണം സാധാരണ കൂടുതൽ എന്താ ചെയ്യുക, ഇത് നേരെ ഡിവൈഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതിനെ ഡിവൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, 0.25 ആൻസർ കിട്ടുന്നു. പക്ഷേ അങ്ങനെ ഒരു ആൻസർ എവിടെ ഇല്ല, ഓപ്ഷനിലില്ല. അപ്പോൾ കുട്ടികൾ വീണ്ടും കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ഇങ്ങനെ ചെയ്താൽ തെറ്റാണ്. ചിലപ്പോൾ അവരെങ്ങനെ ചെയ്യും, അവർ നേരെ 240നെ 60 കൊണ്ട് ഹരിക്കാനുള്ളൊരു ശ്രമം നടത്തും, അല്ലേ? അപ്പോൾ എന്ത് കിട്ടും, 6 4 24 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്ര കിട്ടി, 4 ആംപിയറിന് ആൻസർ കിട്ടി. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ടിക്ക് ചെയ്ത് പോവും, നമ്മുടെ ഓപ്ഷൻ 4 ആംപിയർ ടിക്ക് ചെയ്ത് പോവും. നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ഡിവിഷൻ അറിയോ അല്ലെങ്കിൽ ഹരിക്കാൻ അറിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഏതൊരു കുട്ടിക്ക് സംഭവിക്കുന്നത്, ഒരു പക്ഷേ കഴിഞ്ഞ മോഡൽ എഴുതി നിങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യമായിരിക്കും ഇത്, ശരിയല്ലേ? അങ്ങനെ സംഭവിച്ചുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക കേട്ടോ, അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റിയെന്ന്. എന്തൊക്കെയായി കഴിഞ്ഞാലും 4 ആംപിയർ എന്ന് പറഞ്ഞ ആൻസർ തെറ്റാണ്. കാരണം നമ്മൾ ഒരിക്കലും 60/240 ചെയ്യുക ഒരിക്കലും ഇങ്ങനെയല്ല. ഇത് 240നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1നെ 4ൽ 1 അല്ലേ, 4ൽ 1. 1നെ 4 ഭാഗമാക്കി കഴിഞ്ഞാൽ 0.25 0.25 0.25 0.25 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, ശരിക്കും 1/4 ആണ്. അതായത് ഇതാണ് ഈ സംഭവം. സോ നിങ്ങളെ ശരിക്കും ഇത് കൺഫ്യൂഷൻ ആക്കും ഒരു പക്ഷേ. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ, 1/4 ആംപിയർ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഈ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ എന്തിനും തയ്യാറായി നിൽക്കണം, ഞങ്ങൾ അംഗം വട്ടാൻ വരെ റെഡിയായി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ എക്സാം എഴുതാൻ പോകേണ്ടത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോറി, അടുത്ത ചോദ്യമല്ല, അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഹൗ ഈസ് സേഫ്റ്റി ഫ്യൂസ് കണ്ടന്റ് ഇൻ ബ്രാഞ്ച് സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസ് കുടുക്കി വെച്ചതെന്നാണ്. ശ്രേണി രീതിയിൽ, സമാന്തരമായിട്ടല്ല. എങ്ങനെയാണ്, ശ്രേണി രീതിയിലാണ്. സീരീസ്ലി കണക്റ്റഡ് ആണ്, മറന്നു പോകരുത് കേട്ടോ. സേഫ്റ്റി ഫ്യൂസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്, മനസ്സിലാക്കി വെക്കണം. ഇനി എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഫ്യൂസ് വയർ. എങ്ങനെയാണ് ഒരു ഫ്യൂസ് വയർ വർക്ക് ചെയ്യുന്നത്? ഫ്യൂസ് വയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സാധാരണ ഫ്യൂസ് വയർ, ഇത് ഫ്യൂസ് വയർ ആണെന്ന് വിചാരിക്കും. നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി വേണമല്ലോ. ഇങ്ങനെ ആലോചിച്ചാൽ മതി, 5 ആംപിയർ കറൻ്റാണ് പോകുന്നതെന്ന് വിചാരിക്കും.
ഇത് ഞാൻ ചുമ്മാ പറയാണ് കേട്ടോ. 5 ആമ്പിയർ കറണ്ട് പോവാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫ്യൂസ് വയർ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുമെന്ന് വിചാരിക്കും. ഈ ഒരു ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ദ്രവണാങ്കം ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ? അപ്പം 5 ആമ്പിയർ കറണ്ട് പോകുമ്പോൾ എത്ര ചൂടാവുന്നു? 5 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുന്നുണ്ട്. പക്ഷേ ഈ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? 8 ഡിഗ്രി സെൽഷ്യസ് ആയാലും ഇത് മെൽറ്റ് ചെയ്യുള്ളൂ. സോ വെൻ ഇലക്ട്രിസിറ്റി പാസ് ഇൻ ടു ദ ഫ്യൂസ് വയർ ഇറ്റ് വിൽ ബി ഹീറ്റൻ അപ്പ്. ഓക്കെ, ബട്ട് ഇറ്റ് വിൽ നോട്ട് മെൽറ്റ്. ഇത് ഉരുകി പോവില്ല. വൈ? ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ഈസ് 8 ഡിഗ്രി സെൽഷ്യസ്. സോ വാട്ട് ഹാപ്പൻസ്? എന്താ സംഭവിക്കുക? കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ദ പ്രൊഡ്യൂസ്ഡ് ഹീറ്റ് ബൈ ദ ഫ്യൂസ് വയർ വിൽ ബി ട്രാൻസ്മിറ്റഡ് ഇൻ ടു ദ എയർ. ഇവിടെ ഉണ്ടാകുന്ന താപത്തെ എയറിലേക്ക് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. അപ്പോൾ അത് ഉരുകി പൊട്ടിപ്പോവില്ല. ചില സമയങ്ങളിൽ എന്ത് സംഭവിക്കാം? ഇഫ് എക്സസ് എമൗണ്ട് ഓഫ് കറണ്ട് ഈസ് പാസ് ഇൻ ടു ദ ഫ്യൂസ് വയർ, കൂടുതൽ അളവിൽ വൈദ്യുതി കടന്നു വന്നാൽ, സപ്പോസ് ഒരു 6 ആമ്പിയർ വന്നു എന്ന് വിചാരിക്കുക. 6 ആമ്പിയർ വന്നാൽ ഈ ഫ്യൂസ് വയർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ? If 6 ampere current passing through the fuse wire, it will be heated up to 10 degrees Celsius and it pass 8 degrees Celsius. 8 degrees Celsius over ആയില്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇത് മെൽറ്റ് ചെയ്ത് പോകും. അപ്പോൾ 6 ആമ്പിയർ പോയാൽ 10 ഡിഗ്രി സെൽഷ്യസ് ചൂടായത് പൊട്ടിപ്പോവുകയും ചെയ്യും. അതായത് കൂടുതൽ അളവിൽ വൈദ്യുതി വന്നാൽ ഫ്യൂസ് വയർ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുകയും അപ്പോൾ അതിൻ്റെ ദ്രവണാങ്കം കുറവായതുകൊണ്ട് അത് ഉരുകി പൊട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ, ഇഫ് എക്സസ് എമൗണ്ട് ഓഫ് കറണ്ട് പാസിംഗ് ത്രൂ ഫ്യൂസ് വയർ, വാട്ട് ഹാപ്പൻ? ഇറ്റ് വിൽ ബി ഹീറ്റൻ അപ്പ് ആൻഡ് ഇറ്റ് കവർ ദ ലിമിറ്റ് ഓഫ് ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് വിൽ മെൽറ്റ് എന്നാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വളരെ സിമ്പിളായ ചോദ്യമാണ്. ഒബ്സർവ് ദ ഫിഗർ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടങ്ങ് മനസ്സിലാവും. ഇതൊരു AC ജനറേറ്റർ ആണ് അല്ലേ? ജനറേറ്റർ ആണ്. താഴെ ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതൊരു AC ജനറേറ്റർ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ? AC ജനറേറ്റർ. റൈറ്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ജനറേറ്റർ. ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിക്കണം കേട്ടോ. ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരിക്കലും എന്തല്ല? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ല. മോട്ടോറിൻ്റെയും ലൗഡ് സ്പീക്കറിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണെന്ത്? മോട്ടോർ പ്രിൻസിപ്പിൾ. ഈ ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതേപോലെ മൈക്രോഫോണിൻ്റെയും ഏത് തന്നെയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക പ്രേരണം, പ്രേ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഔട്ട്പുട്ട് EMF ഓഫ് ദ എബോ ജനറേറ്റർ. ഈ ജനറേറ്റർ ഉണ്ടാക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. AC-ൻ്റെത് ഇങ്ങനെയാണ് അല്ലേ? AC-ൻ്റെത് ഇങ്ങനെയാണ്. അപ്പോൾ DC-ൻ്റെ എങ്ങനെയാണ്? അതും പഠിച്ചു വെക്കണം. DC-ൻ്റെതാ ഇതിങ്ങനെയാണ് DC-ൻ്റെത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ബാറ്ററീൻ്റെ എങ്ങനെയാണെന്ന് കൂടി ചോദിക്കാറുണ്ട്. ബാറ്ററീൻ്റെ എങ്ങനെയാണ് വരിക? ബാറ്ററീൻ്റെ നേരെ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ആക്സിസ് കൊടുക്കുകയാണ്, മുകളിലേക്കാണ് വോൾട്ടേജ് കൊടുക്കുക കേട്ടോ. വോൾട്ടേജ് മുകളിലും ഇവിടെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ ടൈം കോർഡിനേറ്റ് ആണ് ഇവിടെ വരിക. ഇത് ടൈമാണ്, ഇവിടെ വോൾട്ടേജ് ആണ്. സോ ഇത് ബാറ്ററി ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നേരെ അങ്ങ് പോവുകയാണ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടോ? സോ AC, DC, ബാറ്ററി ചോദിച്ചിട്ടുണ്ട് മൂന്നിൻ്റെയും. അടുത്ത ചോദ്യം, ഹൗ ഈസ് ദ ഗ്രാഫ് ഡിഫറെൻറ്റ് ഫ്രം ദ ഗ്രാഫ് ഓഫ് ദ ഔട്ട്പുട്ട് EMF ഫ്രം എ DC ജനറേറ്റർ? ഒരു DC ജനറേറ്ററുമായിട്ട് എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? DC എന്ന് പറഞ്ഞാൽ ഹാഫ് സൈക്കിൾ ഉണ്ടാവുള്ളൂ, അർദ്ധ വൃത്തങ്ങൾ മാത്രമാണ് DC-യുടെ ഗ്രാഫിലുള്ളത്. പക്ഷേ ഇവിടെ എന്താണ്? ഇരു ദിശകളിൽ ഒഴുകുന്ന രീതിയിലുള്ള ഗ്രാഫാണ്. ഈ പിക്ചർ ജസ്റ്റ് വരച്ച് വെച്ചാൽ മതി ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫുൾ മാർക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ 31ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മൾ 32ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 32 നല്ല രസമുള്ള ചോദ്യമാണ്. 2 ഫിഗർ എ, ഫിഗർ ബി കണ്ടല്ലോ. ഈ ഫിഗർ എ ഏതാണ്, ഫിഗർ ബി ഏതാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചോദ്യം എന്താണ്? ഇതിലേതാണ് സ്റ്റെപ്പ് ട്രാൻസ്, അങ്ങനെയല്ലേ? ഐഡന്റിഫൈ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ഫ്രോം ദ ഫിഗർ. സ്റ്റെപ്പ് അപ്പ് കണ്ടുപിടിക്കണം. നോക്കിയാൽ തന്നെ മനസ്സിലാവും എ ആണ് സ്റ്റെപ്പ് അപ്പ്. എങ്ങനെ മനസ്സിലാക്കണം? ഈ സ്റ്റെപ്പ് അപ്പിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്? അത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് മനസ്സിലാക്കാം. ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വോൾട്ടേജ് കൂടും എന്നുള്ള കൺസെപ്റ്റാണ്. നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചുറ്റിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജയുടെ അളവ് എന്താവും? കൂടും. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം ഏതാണ്? മ്യൂച്വൽ ഇൻഡക്ഷനാണ്
ഓക്കെ, രണ്ട് കോയിലുകൾ നിങ്ങൾ എവിടെ കണ്ടാലും ഉറപ്പിച്ച് വെച്ചോളാം അതെന്താണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഒരു കോയിൽ മാത്രം ഉള്ളെങ്കിലോ അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഓക്കെ, ഇനി ഒരു കോയിലും ഒരു കാന്തവും ആണെങ്കിലോ മാഗ്നറ്റും ആണെങ്കിലോ അത് ഒരു വൈദ്യുത കാന്തിക പ്രേരണത്തിന് ഉദാഹരണമായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇവിടെ നോക്കൂ, നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് എ ഫിഗർ വരുന്നത്. ഈ എ ഫിഗറിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഔട്ട്പുട്ടിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ചുറ്റിലെ എണ്ണം കൂടുക എന്നാൽ സെക്കൻഡറി കോയിലാണ് വോൾട്ടേജ് കൂടുന്നത്, പ്രൈമറി കോയിലിൽ വോൾട്ടേജ് കുറവാണ്. എന്താണ് പ്രൈമറി കോയിൽ എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ കോയില് ഇൻപുട്ട് കൊടുക്കുന്ന കോയില്. എന്താണ് സെക്കൻഡറി? നമ്മൾ സ്കൂളൊക്കെ പഠിച്ചില്ലടാ, സ്കൂളിൽ പഠിക്കുക നമ്മൾ ആദ്യം പഠിക്കുക LP UP ക്ലാസ്സിലാണ്, പ്രൈമറി ക്ലാസ്സിലാണ്. അപ്പോൾ ആദ്യത്തെ പ്രൈമറി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡറി സെക്ഷൻ, ഹയർ സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറി രണ്ടാം ഘട്ടമാണ് അല്ലേ, അപ്പോൾ രണ്ടാമതാണ് സെക്കൻഡറി. നമ്മൾ എപ്പോഴും സെക്കൻഡറിയിലേക്ക് വേണം നോക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ പ്രൈമറി കോയിലിൻ്റെ സ്റ്റെപ്പ് അപ്പിൻ്റെ പ്രൈമറി കോയിലായാലും സ്റ്റെപ്പ് ഡൗണിൻ്റെ സെക്കൻഡറി കോയിലായാലും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കുറച്ച് കട്ടി കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ കട്ടി കൂട്ടിയെന്നാണ് ചോദ്യം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക? സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം ഇവിടെ കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവും, ഇവിടെ വോൾട്ടേജ് കുറവായിരിക്കും അല്ലേ? നമുക്കറിയാം പവർ വ്യതിയാനമില്ലാതെ വോൾട്ടേജ് ഉയർത്തുവാനും താഴ്ത്തുവാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ട്രാൻസ്ഫോമർ. ദ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് വോൾട്ടേജ് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് പവർ. ചേഞ്ചിൽ ഉണ്ടാവില്ല, പവറിൽ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഔട്ട്പുട്ടാണ്, ഇത് ഇൻപുട്ടാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. ഇവിടെ നല്ല കട്ടിയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വയറുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറൻ്റ് ആണ്. ഇങ്ങനെ എഴുതി തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കൂ, ഞാൻ ഒരുപാട് തവണ ഈ എക്സാമ്പിൾ പറഞ്ഞാണ്. 100 പവർ എങ്കിൽ വോൾട്ടേജ് 2 വോൾട്ട് ആണെങ്കിൽ കറൻറ്റ് 50 ആംപിയർ ഉണ്ടാവും അല്ലേ? പവർ വ്യതിയാനമില്ലാതെ വോൾട്ട് നമ്മൾ മാറ്റിയാൽ പവർ 100 വാട്ട് തന്നെ വോൾട്ടേജ് 50 വോൾട്ടായി ഉയർന്നാൽ കറണ്ട് എന്താവും? 2 ആംപിയർ ആയിട്ട് കുറയും. ചുരുക്കി പറഞ്ഞാൽ വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കുറയുകയും വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് കൂടുകയും ചെയ്യും. ഇവിടെ നോക്കിയേ, ഇവിടെ വോൾട്ടേജ് കൂടുതലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കറണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. രണ്ട് വശത്തും പവർ ഈക്വൽ ആയിരിക്കുമല്ലോ. ഇവിടുത്തെ പവറും ഈക്വൽ ആണെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയണം. ഇവിടെ വോൾട്ടേജ് കുറയുമ്പോൾ ഇവിടെ കറണ്ട് കൂടുതലായിരിക്കും. ഇതുകൊണ്ടാണ് ഇവിടെ കറണ്ട് കൂടുതലാണ്. കറണ്ട് കൂടിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ബൈ ജൂൾസ് ലോ H=I²RT പ്രകാരം എന്ത് സംഭവിക്കും? കറണ്ട് കൂടിയാൽ താപത്തിൻ്റെ ഉൽപാദനം കൂടുന്നുണ്ട്. താപോൽപാദനം കൂടിക്കഴിഞ്ഞാൽ ഈ പ്രൈമറി കോയിലിന് ചൂട് കൂടിയിട്ട് എന്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്? ഉരുകിപ്പോവും, അല്ലെങ്കിൽ കത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലല്ലേ? കത്തിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടാകുന്ന താപത്തിൻ്റെ ഹീറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കണം. ഹീറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. നമുക്ക് 3 ഫാക്ടേഴ്സ് അല്ലേ? ടൈം കുറച്ചാൽ ഹീറ്റ് കുറയും. ടൈം കുറച്ചാൽ മതി. സർക്കാർ പറയാണ് 24 മണിക്കൂറും കറണ്ട് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഫുൾ ടൈം കറണ്ട് തരുന്നില്ല, കത്തിപ്പോവാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 12 മണിക്കൂറോ കറണ്ട് തരുള്ളൂ എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളെന്നല്ല, ആരും സംഭവിക്കില്ല. അപ്പോൾ ടൈം കുറച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ തയ്യാറല്ല. ഇനി കറണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റുമോ? കറണ്ട് കുറയ്ക്കാൻ പറ്റൂല. കറണ്ട് ഇവിടെ കുറച്ചാൽ വോൾട്ടേജ് എന്താവും? കൂടും. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് തന്നെ മാറിപ്പോവും. ഇവിടെ വോൾട്ടേജ് കുറഞ്ഞിട്ട് ഇവിടെ വോൾട്ടേജ് കൂട്ടണ്ടേ? അങ്ങനെ കൂടുമ്പോൾ അല്ലേ ഇത് സ്റ്റെപ്പ് അപ്പ് ആവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് കറണ്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന പ്രതിരോധത്തിലാണ്. പ്രതിരോധം ശരിക്കും ബാധിക്കുന്ന 2 ഘടകങ്ങൾ, ഒന്ന് നീളം, രണ്ടാമത്തത് ഏരിയ. ലെങ്ത്തുമായിട്ട് നേരനുപാതത്തിലാണ് പ്രതിരോധം. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്, നേരെയാണ്. അപ്പോൾ നീളം കൂടുമ്പം ഹീറ്റ് കൂടും, പ്രതിരോധം കൂടും. പ്രതിരോധം കൂടിയാൽ ഹീറ്റും കൂടും, റെസിസ്റ്റൻസ് കൂടും, ഹീറ്റും കൂടും. അപ്പം നമുക്ക് നീളം കുറച്ചാൽ മതിയല്ലോ. ബൈ ഡിക്രീസിങ് ലെങ്ത് ദ റെസിസ്റ്റൻസ് ഓൾസോ ഡിക്രീസ്. ഇഫ് റെസിസ്റ്റൻസ് ഡിക്രീസ് ഹീറ്റ് വിൽ ബി ഡിക്രീസ്. പക്ഷെ നമുക്ക് ലെങ്ത്തിന് കുറയ്ക്കാനുണ്ടോ? ആ കൂടി 4-5 ചുറ്റോപടമുള്ളൂ. ഇനിയും കുറയ്ക്കാനുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ ഫാക്ടർ ആരാണ്? ഏരിയ ആണ്.
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതെങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്, ബൈ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏരിയ കൂടിയാൽ പ്രതിരോധം കുറയും. ഇഫ് ഏരിയ ഇൻക്രീസ് resistance will be decreased. So that's why we just increase the thickness of the coil. If we increase the thickness of the coil, what happen? Resistance will be reduced. By reducing resistance, production of heat also reduce. So we can avoid fire. അതായത് ഈ ചാലക കമ്പിയുടെ വണ്ണം കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ പ്രതിരോധം കുറയുകയും പ്രതിരോധം കുറയുന്നതിനാൽ താപോൽപാദനം കുറഞ്ഞ് ഈ കോയിൽ കത്തിപ്പോകുന്നത് നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഉത്തരം മക്കളെ. മനസ്സിലാവുന്നുണ്ടോ? സോ അത്രയേ ഉള്ളൂ. ഇത് ഉത്തരം ഇങ്ങനെ എഴുതിയാൽ മതി. അടുത്ത ചോദ്യം എന്താണ്? റീഡ്രോ ദ ഗിവൺ ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ദ 2 ലൈറ്റ് റേസ് ടു ഗെറ്റ് ആൻ ഇമേജ് ഓഫ് ദ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ഇമേജ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദി അല്ല, ഒന്നുമില്ല. ഈ ലെൻസിൻ്റെ ഇമേജ് ഡയഗ്രം നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ സങ്കടമായ ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സ്കൂളിലെ അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ലെൻസാണ്, നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ലെൻസ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുവാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നോക്കൂ, എവിടെയാണ് നമ്മൾ വസ്തു വെച്ചത്? 2F അപ്പുറത്താണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വര ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തേതാ പോളിലേക്ക് വരച്ച് വെച്ചിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് നമുക്ക് തന്നു. ഇത് രണ്ടും അങ്ങോട്ട് ചെയ്ത് തീർത്താനോ രണ്ട് നേരെ അങ്ങ് വരയ്ക്കാനോ ഉള്ളൂ. പക്ഷേ എൻ്റെ വളരെ സങ്കടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുട്ടികൾ ഇതാ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരച്ച് വെച്ചിട്ട് ഇവിടെ എവിടെയോ പ്രതിബിംബം കിട്ടുന്ന രീതിയിലൊക്കെ വരച്ച് വെച്ച കുട്ടികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ. സോ അതെന്താ അങ്ങനെ ചെയ്തത്? കണ്ണാടി, ഒരു ദർപ്പണം, ഒരു മിറർ ചെയ്യുന്ന ഫംഗ്ഷനാണ് ലെൻസ് ചെയ്യാതെ തെറ്റിദ്ധരിച്ച കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. ദയവേത് അങ്ങനെ ചെയ്യല്ലേ മക്കളെ. ലെൻസാണ് പ്രകാശത്തെ കടത്തി വിടും. ആദ്യത്തെ ലൈറ്റ് റേ ഫോക്കസിലൂടെ അങ്ങ് പോവും, രണ്ടാമത്തത് പോളിൽ കൂടെ നീട്ടി വെച്ച് നമുക്ക് എവിടെ കിട്ടും? എഫിനും 2Fനും ഇടയിലുള്ള അല്ലേ, എഫിനും 2Fനും ഇടയിലാണ് കിട്ടുക. നിങ്ങൾക്ക് ഇമേജ് ഫോർമേഷൻ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാനത് കാണിച്ചു തരും കേട്ടോ. റൈറ്റ് എനി 2 ക്യാരക്ടേഴ്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റെയിൻഡ്. ഇവിടെ കിട്ടിയ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എഴുതുക. നോക്കൂ, നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യേണ്ടത് വസ്തുവിന് ഒരു ആരോ ഹെഡ് കൊടുക്കണം. വസ്തുവിൻ്റെ തലയിൽ നിന്നുമാണ് എന്ത് പോകുന്നത്? ഈ പ്രകാശരശ്മികൾ പോകുന്നത്. ആ തലയിൽ നിന്ന് പോകുന്ന പ്രകാശരശ്മികളെ കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ ഇവിടെയായിരിക്കും തല, കൂട്ടിയിടിക്കുന്നിടത്ത് തല. അപ്പോൾ തല കീഴായത് ഇൻവേർട്ടഡ് ആയ ഇമേജ് ആണ്. അപ്പോൾ എന്ത് എഴുതാം? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. പിന്നെ എൻ്റെ കൂടെ തന്നെ എഴുതാം ഓൾ ഇൻവേർട്ടഡ് ഇമേജസ് ആർ റിയൽ. എല്ലാ തലകീഴായ പ്രതിബിംബം എന്താണ്? യഥാർത്ഥമാണ്, നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. പിന്നെ എഫിനും 2Fനും ഇടയിലാണ് കിട്ടിയത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഇമേജ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ F and 2F. മൂന്നാമത്തെ നമുക്ക് എന്ത് എഴുതാം? മൂന്നാമത്തെ നമുക്ക് എഴുതാൻ പറ്റിയത് എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ഇമേജ്, ചെറിയ പ്രതിബിംബം നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യമാണ് അവിടെ വരുന്നത്. ഇനി അവസാനത്തെ ചോദ്യം, 34ാമത്തെ അല്ലേ അവസാനത്തെ ചോദ്യം? അതെ, ലാസ്റ്റ് ചോദ്യം. എ ലൈറ്റ് റേസ് ഈസ് ഫാൾസ് ഒബ്ലിക്വലി ഫ്രം എ ഗ്ലാസ് ടു എയർ ഇൻ ഡിഫറെൻറ്റ് ആംഗിൾസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗർ കുറേ തന്നിട്ടുണ്ട്. ഇതിൽ ഒരു ഡയഗ്രാം ക്രിട്ടിക്കൽ ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഞാൻ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ ആംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡയഗ്രാം അതാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെയാ എയറും ഗ്ലാസ്സും ആണ്. എയർ ആൻഡ് ഗ്ലാസ്. അപ്പോൾ എങ്ങനെ പോകണം? ഇഫ് എ ലൈറ്റ് റേ എൻ്റർ ഫ്രം ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയം ടു ഒപ്റ്റിക്കൽ റെയറർ മീഡിയം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ വിഭജന തലത്തിൽ കൂടി ഇത് കടന്നു പോകണം. അതായത് നമ്മുടെ റിഫ്രാക്റ്റഡ് റേ എങ്ങനെ പോകണം? കറക്റ്റായിട്ട് ഈ ഡീവിയേഷൻ ഏരിയ അല്ലേ, അതിലൂടെ കറക്റ്റായിട്ട് പോകണം. ഇൻസിഡൻറ്റ് റേ ആംഗിൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? അപവർത്തനം അല്ലല്ലോ, ആണ്. അപവർത്തന കോൺ എങ്ങനെ വേണം? 90 ഡിഗ്രി വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്നത് ഏതാണ്? ഫിഗർ ബി ആണ് അല്ലേ. ഫിഗർ ബി ആണ്, 42 ഡിഗ്രിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റും ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഈസ് 42 ഡിഗ്രി. അതായത് ക്രിട്ടിക്കൽ കോണ് ഗ്ലാസിൻ്റെ എത്രയാണ്? 42 ഡിഗ്രിയാണ്. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റിയ കാര്യമാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇഫ് എ ലൈറ്റ് റേ ഈസ് കമ്മിങ്
എ ഗ്രേറ്റർ ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ട് കൂടുതൽ ആയിട്ട് പതനകോണായിട്ട് വരികയാണ് അല്ലേ? ഒരു പ്രകാശരശ്മി വരുന്നു, അതിൻ്റെ പതനകോൺ എങ്ങനെയാണ്? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ട് കൂടുതലാണ്. വാട്ട് ഹാപ്പൻ? ഇറ്റ് വിൽ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ സെയിം മീഡിയം വിതൗട്ട് അണ്ടർഗോയിങ് എനി റിഫ്രാക്ഷൻ. അങ്ങനെ വരുന്ന പ്രകാശരശ്മികൾക്ക് അപവർത്തനത്തിന് വിധേയമാകാതെ എന്ത് ചെയ്യുന്നു? അതേ മാധ്യമത്തിൽ തന്നെ തിരിച്ചു പോരുന്നു. ഈ ഒരു പ്രതിഭാസമാണെന്ത്? ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇഫ് വി റീപ്ലേസ് ദ മീഡിയം എയർ വിത്ത് വാട്ടർ, ഇത് എയറിന് പകരം എന്താക്കി മാറ്റി? വാട്ടർ ആക്കി മാറ്റി. ഈസ് ദർ എനി ചേഞ്ച് ഇൻ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ്? ഉണ്ടാവുമോ? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് മാറുമോ? ഈ എയറിന് പകരം വാട്ടർ ആക്കിയാൽ ഉറപ്പായിട്ടും മാറും, ശരിയല്ലേ? തീർച്ചയായിട്ടും മാറും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് മക്കളെ. ഒരാൾ ഇങ്ങനെ വരുന്നു അല്ലേ? ഇതിപ്പോൾ വാട്ടറോ എയറോ എന്തേലും ആവട്ടെ. അപ്പോൾ എന്ത് ചെയ്യണം? എയർ ആണെങ്കിൽ ഇത് ഇത്ര ഡീവിയേറ്റ് ചെയ്തു വിചാരിക്കും. എയർ ആണെങ്കിൽ എത്ര ഡീവിയേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, ശരിയല്ലേ? ഇങ്ങനെ പോകേണ്ട ആളല്ലേ, അത് അകന്നു പോവാണ് ചെയ്യാം. ഇനി വാട്ടർ വന്നാലോ? വാട്ടറിലേക്ക് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താവുന്ന പറയുന്നത്? കുറച്ചുകൂടി ഡീവിയേഷൻ കുറയും. കാരണം എയർ നന്നായിട്ട് തെറിച്ചു പോവില്ലേ? വാട്ടറിൽ എങ്ങനെയോ പോവുള്ളൂ, ഡീവിയേഷൻ കുറവായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ രീതി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കിട്ടിയില്ല? എടാ എയറിലാണെങ്കിൽ നന്നായിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ക്ലിയർ? വാട്ടറിലാണെങ്കിൽ ഡീവിയേഷൻ കുറച്ച് കുറയാണ് ചെയ്യുക, ബെൻഡിങ് കുറയും. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തുണ്ടാവും? ഉറപ്പായിട്ടും ക്രിട്ടിക്കൽ ആംഗിളിന് ചേഞ്ച് ഉണ്ടാവും. ക്ലിയർ ആണോ? സോ ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു. കുറച്ച് ലെങ്തിയർ വീഡിയോ ആയിരിക്കും. ഇനി നാളെ മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ വൈസ് ആയിട്ട്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് 1, 2, 3 അങ്ങനെ 7ാം ചാപ്റ്റർ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അത് ചാപ്റ്റർ വൈസ് ആണ് പോവുക. ചാപ്റ്റർ വൈസ് പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ലെങ്ത്ത് വീഡിയോയിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ.